കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസനിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. റോമാലേഖനം 5-ാം അധ്യായമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ പഠന വിഷയം. അത് 3-4 ക്ലിപ്പ് നമ്മളത് ചെയ്തു. 5-ാം അധ്യായം വളരെ വിപുലമായ ആത്മീയ അർത്ഥങ്ങൾ ഉള്ളടക്കം ചെയ്ത ഒരു അധ്യായമായതുകൊണ്ട് അതിലെ വിഷയങ്ങൾ വളരെ ഗഹനമായ വിഷയങ്ങളാണ്. ഹിമാലയ പർവ്വതം പോലെ കിടക്കുന്ന വിഷയങ്ങളാണ് ആ അധ്യായത്തിൽ കിടക്കുന്നത്. അതൊക്കെ നമുക്ക് ഒരു ചെറിയ അളവിൽ മാത്രമേ ധ്യാനിക്കുവാനോ പഠിക്കുവാനോ കഴിയുള്ളൂ. കർത്താവ് വചനത്തിൻ്റെ വെളിപ്പാടുകൾ വെളിപ്പെടുത്തി തരുന്നതനുസരിച്ച് നമുക്ക് വരും കാലങ്ങളിൽ അത് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് ഞാനും കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ നാളുകളിൽ വേണ്ടത് ദൈവവചനത്തിൻ്റെ ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുമാണ്. ഇത് കർത്താവിൻ്റെ ദാസന്മാരായിട്ടുള്ളവരും ദൈവമക്കളായിട്ടുള്ളവരും ഏറ്റവും കുറിക്കൊള്ളേണ്ട ഒരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചത്. സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായിത്തീരുക, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ടൊരു ക്രിസ്തുജീവിതം നയിക്കുക. ഈ 2 നിലയിലുള്ള ജീവിതം കൊണ്ട് മാത്രമേ നമ്മുടെ ആത്മീക ജീവിതം പരിപോഷിപ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു കാര്യത്തിലും നടക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിൽ ആരാധിച്ച് ആത്മശക്തി പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ക്രിസ്തു ജീവിതം നയിക്കണം. അപ്പോൾ തന്നെ വചനം ധ്യാനിക്കുകയും പഠിക്കുകയും അത് ഗ്രഹിക്കുകയും നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായികൾ തെറ്റിപ്പോകുന്നു. കണ്ടോ, തിരുവെഴുത്തുകളെ നന്നായി അറിയേണ്ട പോലെ അറിഞ്ഞ് ദൈവശക്തിയെ നന്നായി പ്രാപിച്ച്, ഇന്ന് പിശാചിൻ്റെ ശക്തിയാണ് ദൈവശക്തിയെന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വലിയ പെന്തക്കോ സമൂഹത്തിൻ്റെ നടുവിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അത് പ്രൂഫായിട്ട് എടുത്ത് പറയാൻ എനിക്ക് കഴിയുമെങ്കിലും ഞാൻ അതിന് സമയം വിനിയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. സ്തോത്രം. അതുകൊണ്ട് ഇത് ദുഷ്കാലമായാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. ദൈവവചനം വേണ്ടുവോളം പഠിച്ച് അനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ ഹൃദയത്തിൽ സംഭരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മഫലത്താലും വരത്താലും നിറഞ്ഞൊരു ക്രിസ്ത്യ ജീവിതം നയിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി, ആത്മാവിൽ ആരാധിക്കുന്നവരായി, ആത്മനിറവിൽ ജീവിതം നയിക്കുന്നവരായി, ആത്മസ്വഭാവമുള്ളവരായി, ആത്മഫലങ്ങൾ വെളിപ്പെടുത്തുന്നവരായി, അങ്ങനെ എല്ലാ നിലയിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ നവീകരണത്തിലൂടെ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകണം. അല്ലെങ്കിൽ ഈ ലോകം നമ്മെ തകർത്ത് തരിപ്പണമാക്കി കളയും. എനിക്കറിയാം, ഒരു കാലഘട്ടത്ത് തീ പോലെ നിന്ന് അനേക ഭക്തന്മാർ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നൊരു കാര്യമാണ്. കാരണം എനിക്ക് ആ ഗതികെട്ട അവസ്ഥ വരാതിരിക്കാൻ. തീ കഷ്ണങ്ങളായി ശോഭിച്ചു കൊണ്ടിരുന്ന അനേക പാസ്റ്റർമാർ കരിക്കഷ്ണം പോലെ ആയിത്തീർന്ന അനുഭവം ഞാൻ കണ്ട് വിലപിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്ത്യയുടെ അപ്പോസ്തലനായി ദൈവം കണ്ട വ്യക്തികളൊക്കെ, അപ്പോസ്തലന്മാരായി കണ്ടവരൊക്കെ പിശാചിൻ്റെ വയറിൻ്റെ ഉള്ളിൽ കിടക്കുക എന്ന് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. എന്തു പറ്റി അവർക്ക്? നീ നിന്നെ സൂക്ഷിക്കുക, നിൻ്റെ ഉപദേശത്തെ സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിൻ്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. പ്രസംഗിച്ച് വിടുമ്പോൾ നീ നിന്നെ സൂക്ഷിച്ചോണം ആ ഉപദേശത്തിനനുസരിച്ച് ജീവിക്കാൻ. ആ വചനം കേൾക്കുന്നവരും അതനുസരിച്ച് ജീവിക്കുന്നുള്ളൂ എന്ന് അവരവരെ തന്നെ ശോധന ചെയ്യണം. വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കാതെ ചെയ്യുന്നവരായിരിക്കണം. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ ദൈവവചനം കേട്ട് പഠിച്ച് അനുസരിച്ച് ജീവിച്ച് കർത്താവിൽ പ്രത്യാശയുള്ളവരായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണം. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണം ദൈവം ദാനമായിട്ട് തരുന്നു. വിശുദ്ധീകരണം ആ രക്ഷിക്കപ്പെട്ട അന്നു മുതൽ മൂക്കിൽ അവസാന ശ്വാസം നിലയ്ക്കുന്നവരെയും വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം, നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കണം, നാം നമ്മെ തന്നെ വെടിപ്പാക്കണം, നാം നമ്മെ തന്നെ കാത്തുകൊള്ളണം. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. ഇതൊക്കെ വല്ലവരും ചെയ്യാനുള്ളതാണെന്നാണ് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം ഒരു ദാസനും ഒരു വിശ്വാസിയും സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പൗലോസ് പഠിപ്പിച്ച ആത്മീയ അർത്ഥങ്ങൾ ഇന്നും മനസ്സിലാകാതെ ഇരുട്ടിൽ തപ്പുന്നവരാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹം. നീ നിന്നെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കുക. ഉപദേശം പഠിപ്പിക്കുന്നവന് ഉപദേശത്തിൽ നിലനിൽക്കാൻ സൂക്ഷിച്ചോണം. ഇല്ലെങ്കിൽ എന്താ പറ്റും? അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിൻ്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. നിനക്കും രക്ഷ വേണം, നിൻ്റെ പ്രസംഗം കേൾക്കുന്നവർക്കും രക്ഷ വേണം. അതിനെന്ത് വേണം? നീ പറയുന്ന ഉപദേശത്തിനനുസരിച്ച് നീ ജീവിക്കണം. കേൾക്കുന്നവർ അതനുസരിച്ച് ജീവിച്ചോണം.
വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന പോലെ ഇന്നത്തെ പ്രസംഗങ്ങൾ തീർന്നുകൊണ്ടിരിക്കുക. ഒരു ഗുണനിലവാരമില്ലാത്ത ശുശ്രൂഷകളാണ് ഇന്ന് നല്ലൊരു ശതമാനമെന്ന് പറയുന്നതിൽ എനിക്ക് വേദനയുണ്ട്. ഹല്ലേലൂയ. 10-25-30 വർഷം ഞാൻ അങ്ങനെ കിടന്നവനാ. പിതാക്കന്മാരിൽ നിന്ന് ഈ ഉപദേശത്തിൻ്റെ സത്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞത് മുതലാണ് എൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വന്നത്, വലിയ സന്തോഷം വന്നത്, വലിയ പ്രത്യാശ വന്നത്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇന്ന് സ്തോത്രം 2024 സെപ്റ്റംബർ മാസം 6-ാം തീയതി മനോരമ പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ വന്നു. ഞാനത് വായിച്ചു. നിങ്ങളെല്ലാവരും വായിക്കണം, വായിച്ചില്ലെങ്കിൽ. വൈ വി ഡൈ, ഒരു ശാസ്ത്രജ്ഞൻ എഴുതിയിരിക്കുന്നതാണ്. വെങ്കിട്ട് രാമകൃഷ്ണൻ, പിന്നെ പെൻഡ്രൈവ് സക്കറിയ, ഇവരൊക്കെയാണ് ഇതിൻ്റെ എഴുത്തുകാർ. വൈ, എന്തുകൊണ്ട് നമ്മൾ മരിക്കുന്നു. മരണത്തെക്കുറിച്ച് ആധികാരികമായി പ്രസ്താവിക്കാൻ കഴിയുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. സത്യവേദ പുസ്തകം. മറ്റു പുസ്തകങ്ങൾക്കൊന്നും, മറ്റു ഖുറാനുണ്ട്, മറ്റു ഗീതകളുണ്ട്, ഒത്തിരി മതഗ്രന്ഥങ്ങൾക്കുണ്ട്. അതിനൊന്നിനും സത്യവേദ പുസ്തകം എന്ന് പറയുന്നില്ല. കാരണം അതിൽ സത്യമില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ വേദപുസ്തകം സത്യവേദ പുസ്തകം പറയുന്നില്ല, സത്യമാണ്. ഈ പറയുന്ന വേദപുസ്തകത്തിൻ്റെ ഓരോ താളുകളും ഓരോ വാക്യങ്ങളും അത് തെറ്റായി പഠിപ്പിച്ച് ജനത്തെ ആത്മീയമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നുള്ള നിൽക്കാൻ ശ്രമിക്കുക. ഇന്നത് കാണുന്നില്ല. സത്യവചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കുന്നില്ല. പൈസയ്ക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും കസേരയ്ക്ക് വേണ്ടിയും പല ലാഭ ഇച്ഛകൾക്ക് വേണ്ടിയും ജഡത്തെ പോഷിപ്പിക്കാനൊക്കെയാണ് ഈ വചനം കയ്യിലെടുത്തിരിക്കുന്നത്. എന്തോരം പണമുണ്ടാക്കാമോ അത്രത്തോളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. 16,000 കോടിയാണ് ഒരു ഭക്തനുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ കൂടി ഞാൻ വായിച്ചു പിടിച്ചത്. 6,000 കോടി, 7,000 കോടി, 3,000 കോടി, 10,000 കോടി, 15,000 കോടി ഭക്തന്മാരുടെ ബാങ്കുകളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് അവരുടെ മക്കളുടെ പേരിലും മരുമക്കളുടെ പേരിലും കൊച്ചുമക്കളുടെ പേരിലും സ്ഥലം വാങ്ങിക്കൂട്ടിയും വീട് വാങ്ങിക്കൂട്ടിയും ഫ്ലാറ്റുകൾ വാങ്ങിക്കൂട്ടിയും തലപ്പത്തിരിക്കുന്ന അഹരോൻ ലീഡർഷിപ്പിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ UK വീട്, KK വീട്, പിന്നെന്താ അവിടെ ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വീട്, കോടിക്കണക്കിന് രൂപ സമ്പാദ്യവും. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? അപ്പോൾ ഇവിടെ ഒരു ഹിന്ദു സഹോദരൻ ചോദിക്കുക, നമ്മൾ മരിച്ചു പോകുന്നവരല്ലേ? സ്തോത്രം. കോശങ്ങൾ ഒന്നു ചേർന്ന് സുബോധമുള്ള ഒന്നായി പ്രവർത്തിക്കുന്ന നാം എന്ന വ്യവസ്ഥ ഇല്ലാതാകൽ, അതാണ് മരണം. നമ്മുടെ ശരീരത്തെയും അവയവങ്ങളെയും ഉണ്ടാക്കിയ കോശ സമൂഹങ്ങൾ സദാ പരസ്പരം സംസാരിക്കുകയും കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് നാം കാണുകയും കേൾക്കുകയും വികാരങ്ങൾ അനുഭവിക്കുകയും രുചിക്കുകയും മണക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാകുമ്പോൾ, അഥവാ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാതാകുമ്പോൾ, വി ആർ ഡെത്ത്, നമ്മൾ മരിക്കുക. മനസ്സിലായില്ലേ? അത് ശാസ്ത്രത്തിൻ്റെ വീക്ഷണമാണ്. അത് ശരിയാണ്, തെറ്റു പറയുന്നില്ല. നമ്മുടെ കോശങ്ങളെല്ലാം ബലഹീനമായി നിർവീര്യമായി മരണത്തിന് കീഴടങ്ങുക. അല്ല, വേദപുസ്തകം അതല്ല പഠിപ്പിക്കുന്നത്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഈ സത്യം ശാസ്ത്രം പറയുന്നില്ല. കാരണം ശാസ്ത്രത്തെ പിശാച് വിഴുങ്ങിയിട്ടിരിക്കുക. അതുകൊണ്ട് അത് പറയാത്തത്. ഇവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് വരിക. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മരണം എങ്ങനെ വന്നുവെന്ന് ശാസ്ത്രം പറയുന്നത് നമ്മുടെ കോശങ്ങൾ ഓരോന്നും നിർജീവമായി പ്രായാധിക്യം കൊണ്ട് ക്ഷീണിച്ച് നമ്മൾ മരിക്കുന്നു. അതൊരു ട്രൂത്ത് തന്നെയാണ്, സത്യം തന്നെയാണ്.
എന്നാൽ വേദപുസ്തകം പറയുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. വേദപുസ്തക സത്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ചെലുത്തുമ്പോൾ, ഹല്ലേലൂയ, ആദിമ മനുഷ്യനായ ആദാം പാപം ചെയ്തതുകൊണ്ടാണ് മരണമെന്ന പ്രതിഭാസത്തിലൂടെ മാനവജാതി കടന്നു പോകുന്നതെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒത്തിരി അഭിപ്രായങ്ങൾ വേദപണ്ഡിതന്മാർ പറയുന്നുണ്ടെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാകുന്ന കുറേ അഭിപ്രായങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ട് തന്നെയാണ് മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ മരിക്കത്തില്ല. അവനെ സൃഷ്ടിച്ചത് മരിക്കാതെ ഉള്ളൊരു ജീവിയായിട്ടാണ്. ദൂതന്മാരെ പോലെ തന്നെ അവനെ സൃഷ്ടിച്ചത്. പക്ഷെ പാപം ചെയ്യുന്നത് കൊണ്ട് എന്ത് പറ്റി? മരിക്കുന്നു. പാപം ചെയ്ത ദൂതന്മാർക്ക് എന്ത് പറ്റി? ആ ദൂതന്മാരുടെ സ്ഥാനത്ത് തുടരാൻ കഴിയാതെ ആ ദൈവം അവരെ വെട്ടിയിട്ടു. അവർ സാത്താന്യ ശക്തികൾക്ക് തുല്യരായി മാറി. നമുക്കറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒക്കെ വലിയ വലിയ പഠനങ്ങളാണ്. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ മരണത്തിന് വിധേയനായ ശരീരത്തിന് അവൻ വിധേയനായി മാറി. പാപം ചെയ്തില്ലെങ്കിലോ, അരുത് എന്ന് പറഞ്ഞ ആ കാര്യം അവൻ ചെയ്തില്ലെങ്കിലോ മരിക്കാത്ത ഒരു ജീവിയായിട്ട് ഇന്ന് മനുഷ്യൻ ജീവിച്ചേന്. അല്ലെങ്കിൽ ദൂതന്മാരെ പോലെയുള്ള ഒരു സമൂഹമായി മാനവജാതി തീർന്നേനെ. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് കൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. റോമർ 5:12 സകല മനുഷ്യരിലും മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. 1. 2, മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ശ്രദ്ധിക്കുക. അപ്പോൾ മോശ വരെ മരണം വാണിരുന്നു. മോശയുടെ കാലശേഷം കർത്താവ് ഈ ലോകത്തിൽ വന്നു. മരണത്തിൻ്റെ അധികാരിയായ പിശാചിൽ നിന്ന് എന്ത് ചെയ്തു? മാനവജാതിയെ വിടുവിച്ചു. മരണമെന്ന പ്രതിഭാസം യേശുക്രിസ്തു മാറ്റി എന്ന അർത്ഥത്തിലാണ് നമ്മളത് പഠിക്കുന്നത്. എന്നാൽ ഏകലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ആദിമ മനുഷ്യനായ ആദാമും ഹവ്വയും നിമിത്തം മരണം ഈ ലോകത്തിൽ വാണുവെങ്കിൽ ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തു നിമിത്തം മരണത്തിന് അന്ത്യം കുറിച്ചു എന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ദ്വയാർത്ഥം. ഉള്ളത് മനസ്സിലാക്കും. മരണം എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ഹല്ലേലൂയ. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഏകൻ പാപം ചെയ്തത് കൊണ്ട് മാനവജാതി മരിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ ആദാമായ ആദാമ്യ പാപനിമിത്തം മരണം സകല മനുഷ്യരിലും പരന്നു എങ്കിൽ, മരണം വാണു എങ്കിൽ, ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തു നിമിത്തം മരണത്തിൻ്റെ മേൽ നമുക്ക് ജയമുണ്ട്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ അടക്ക സമയത്തേ നമ്മളത് വായിക്കത്തുള്ളൂ. നമുക്ക് അപ്പോഴേ നമ്മുടെ വായിൽ അത് വരത്തുള്ളൂ. ഞങ്ങളൊക്കെ അല്ലാതെ തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക, ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹേ മരണമേ നിൻ്റെ ജയമെവിടെ? ഹേ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം.
പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം എന്നുള്ളത് ആരും വായിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയതായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം, അതിൻ്റെ സോഴ്സ് ന്യായപ്രമാണമാണ്, മരണത്തിൻ്റെ പ്രമാണമാണ്, ശാപത്തിൻ്റെ പ്രമാണമാണ്, ഇരുട്ടിൻ്റെ പ്രമാണമാണ്, കൊല്ലുന്ന പ്രമാണമാണ്. പൗലോസ് സ്തോത്രം പ്രവൃത്തി പുസ്തകത്തിൽ പറയുന്നു, ന്യായപ്രമാണ തൽപരരായിരുന്നു തൻ്റെ കൂടെ ഉള്ളായിരുന്നവരൊക്കെ. അവർക്ക് ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ സുഖമാണ്. IPCയുടെ കരുത്തനായ പാസ്റ്റർ PM ജോസഫ്, അദ്ദേഹം കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഒരു പദപ്രയോഗം ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാനത് ഏറ്റു പറയാൻ എന്നോട് ദൈവാത്മാവ് പറയുന്ന പോലെ തോന്നുന്നു, അതുകൊണ്ട് ഞാനത് പറയുക. അർത്ഥം മനസ്സിലാക്കി ഗ്രഹിച്ച് സുബോധമുള്ളവർ തിരിഞ്ഞു വരട്ടെ. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, സങ്കീർത്തനം ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് കിടക്കുക. സങ്കീർത്തനമില്ലെങ്കിൽ IPCയിലെ പാസ്റ്റർമാരുടെ കാര്യം കട്ടപ്പോയെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാനതൊക്കെ തെളിച്ച് പറയുന്നതേ ഉള്ളൂ. സങ്കീർത്തനത്തിന് ഞാൻ എതിരില്ല. സങ്കീർത്തനം ഒരു ജനതയുടെ വിജയത്തിൻ്റെ പാട്ടുകളും അവരുടെ ആ ചൊൽത്തുകളൊക്കെയാണത്. അതിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഗുണപാഠമായിട്ടെടുക്കാം. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് അങ്ങനെ നിൻ്റെ വചനത്താൽ സൂക്ഷിക്കുന്നതിനെ തന്നെ സങ്കീർത്തനമല്ലേ? ഇസ്രായേൽ ജനം പാടിക്കൊണ്ടിരുന്ന സങ്കീർത്തനങ്ങളല്ലേ? ആരോഹണ ഗീതം, അവരോഹണ ഗീതം. അതിപ്പോൾ നമ്മൾ പാടിയേ തീരുള്ളൂ എന്ന് ശഠിക്കുന്ന നേതൃത്വ നിരകളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ശുശ്രൂഷകന്മാരെ ബന്ധനത്തിലാക്കി കളയുക ചെയ്തു. പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിയാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ കെട്ടിവെച്ച് ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ത്? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുക. ആ ചോദ്യം ഒരുപക്ഷെ എന്നെ അതിന് ഉപയോഗിക്കുന്നതായിരിക്കാം, ഞാൻ വിചാരിക്കുകയാണ്. നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ന്യായപ്രമാണത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. ശിഷ്യന്മാരുടെ കഴുത്തിൽ കെട്ടിവെച്ച് ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ത്? ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ത്? ശുശ്രൂഷാവൃന്ദങ്ങളെ, നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ വ്യവസ്ഥ പാലിക്കാതെ ഈ ന്യായപ്രമാണത്തിൻ്റെ നുകത്തിൻ്റെ കെട്ടുകൾ വിശ്വാസികളുടെ തലമണ്ടയ്ക്ക് കെട്ടിവെച്ച് നിങ്ങൾ ദൈവത്തെ പരീക്ഷിച്ചാൽ ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ആത്മനിയോഗത്താൽ പറയുന്നൊരു ദൂതാണിത്. മനസ്സിലാക്കി? 25-30 വർഷം സങ്കീർത്തനം പ്രസംഗിച്ചും പാടിയും നടന്ന് തമ്മിത്തല്ലി വഴക്കുണ്ടാക്കി ബഹളമുണ്ടാക്കി നടന്ന ഞാൻ വയോവൃദ്ധന്മാരായ ദൈവദാസന്മാരിൽ നിന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുമെന്ന് കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ വെളിപ്പാടുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് നൽകി തന്ന അന്ന് മുതൽ പുതിയ നിയമം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധുവായ മനുഷ്യനാണ് ഞാൻ. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. അവിടെ എഴുതിയിരിക്കുന്ന മലയാളം, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകാൻ ഇടയാക്കിയത്. എന്നാൽ ഇംഗ്ലീഷ് വേർഷനിൽ പഠിക്കുമ്പോൾ അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കിയെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ കാര്യങ്ങൾ പ്രസംഗിക്കത്തില്ലേ? പ്രസംഗിച്ച് തന്നെ ആകണം. അതിനെന്താ കുഴപ്പം? അത് നിഴലല്ലേ? ഇത് പൊരുളല്ലേ? നിഴലും പൊരുളും തമ്മിൽ പറയണമെങ്കിൽ നിഴൽ പറയണ്ടേ? എബ്രായർ 10:1 എന്താ എഴുതിയിരിക്കുന്നത്? ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട്. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കുക. എബ്രായ നിലയത്തിൽ നിന്ന് ഒട്ടനവധി വാക്യങ്ങൾ എടുത്ത് ന്യായപ്രമാണ ഖണ്ഡനം പ്രസംഗം നടത്താൻ എനിക്ക് കർത്താവ് കൃപ തന്നിട്ടുണ്ട്. ഞാനതുകൊണ്ട് പറയുക, ധൈര്യമായിട്ട് വിളിച്ചു പറയുക. ഹല്ലേലൂയ. അതിൽ 2 വാക്യങ്ങളാണ് ഞാൻ ശ്രദ്ധേയമായ വാക്യങ്ങൾ പറഞ്ഞത്. നമുക്ക് നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം. യഹൂദനായ പൗലോസും പത്രോസും അവർക്ക് ചുമക്കാൻ കഴിയാത്ത നുകം എങ്ങാണ്ട് കിടന്ന ജാതികൾ നമ്മൾ ചുമക്കാൻ പോവുകയാണോ? ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ഏത് പിശാചാ നമ്മളെ ശുദ്രം ചെയ്ത് മയക്കിയത്? ഗലാത്യർ 3 ചോദിക്കുന്ന ചോദ്യം ഞാൻ ചോദിക്കുക. യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുൻപിൽ വലിച്ചു കിട്ടിയിരിക്കുക. ഗലാത്യരെ, നിങ്ങളെ ആര് ശുദ്രം ചെയ്ത് മയക്കി? ന്യായപ്രമാണത്തിൻ്റെ ഉപദേശത്തിലേക്ക് ആര് നിങ്ങളെ വലിച്ചുകൊണ്ട് പോയി?
ഞാൻ ഗലാത്യ ദേശത്ത് വന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ച് നിങ്ങളുടെ കൺമുൻപിൽ വരച്ച് കാട്ടി ക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ പോന്നു. എന്നാൽ അതിൻ്റെ പിറകെ പിശാച് അനേകരെ എഴുന്നേൽപ്പിച്ച് ന്യായപ്രമാണം പ്രസംഗിച്ച് നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയെന്ന് പറഞ്ഞാൽ എന്താണ് ബഹുമാനപ്പെട്ട ദൈവമക്കളെ അതിൻ്റെ അർത്ഥം? ഇനിയെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കുക. ദൈവത്തെ ഓർത്ത് ഈ പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നിട്ട് പുസ്തകത്തിനെതിരെ പ്രസംഗിക്കല്ലേ. ദൈവത്തെ ഓർത്ത് നമ്മുടെ നിത്യത നഷ്ടമാകും ചിലപ്പോൾ. എത്ര വേദനയുണ്ട് എൻ്റെ ഹൃദയത്തിൽ. ഞാൻ പുതിയ നിയമം പ്രസംഗിക്കാനും പുതിയ നിയമം അനുസരിക്കാനും തുടങ്ങിയപ്പോഴാണ് എനിക്ക് സന്തോഷം, സമാധാനം, പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് സത്യമായിട്ട് ഞാൻ വിളിച്ചു പറയുക. അപ്പോൾ ചോദിക്കുക, എല്ലാം അനുസരിച്ചോ? എല്ലാം കേട്ടോ? എല്ലാം ആയോ? ഇല്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപുള്ളതൊക്കെ മറന്ന് മുൻപിലുണ്ട് ആഞ്ഞ് പരമയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് പൗലൂസ് ഓടിയതുപോലെ ഞാനും ഓടിക്കൊണ്ടിരിക്കുക. ഓട്ടം ജീവിതം. പിൻപിലുള്ളത് മറന്ന് മുൻപിലുണ്ട് ആഞ്ഞ് പരമയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുക. ഒരു വിരുദിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഒരു വിരുദിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. കൊലോസ് ലേഖനം പറയുന്നു പൗലൂസ്, തലയെ മുറുകെ പിടിക്കാത്തവൻ ആര് നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. തല ഏതാ? ക്രിസ്തു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ പ്രമാണം. അത് മുറുകെ പിടിക്കാത്ത പാസ്റ്റർമാർ വിശ്വാസികളുടെ ദശാംശം വാങ്ങി തിന്നിട്ട് അവരുടെ വിരുദ് തെറ്റിക്കുക. നിങ്ങൾ എന്നെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല. ഈ വിളിച്ചു പറഞ്ഞ് ചാകാൻ എന്ത് സുഖമാണ്. എന്നെപ്പോലെ കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം രക്തസാക്ഷികളാകുകയല്ലേ ചെയ്ത്. ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ജീവനോടെ കിടന്നിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഹല്ലേലൂയ. ഞാനിതൊന്നും പ്രസംഗിക്കാൻ തുനിഞ്ഞതല്ല. ഞാൻ പ്രാർത്ഥിച്ചു, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളിലൂടെ ഈ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷൻ ഞങ്ങൾക്ക് തരണം കർത്താവ്. ഇത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അതേ ദിവസം ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. മരണം ആദാം വരെ മോശ വരെ വാണിരുന്നു. മോശ വരെ എന്ന് പറഞ്ഞാൽ മോശയുടെ പ്രമാണം വരെ എന്ന് നമ്മളൊന്ന് പഠിച്ചോണം. ഇനി യേശുക്രിസ്തുവിലൂടെ മരണം നീങ്ങിപ്പോകുന്നു എന്നുള്ള വാക്യം ചില വേദഭാഗങ്ങളുടെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. നമുക്കതൊന്ന് വായിക്കാം ശാന്തമായിട്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം. ഹല്ലേലൂയ. അതിന് 31 വാക്യം ഞാൻ വായിക്കും. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്മാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശുവിനോട് ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ? അപ്പോൾ അവർ പറയുക അവനോട്, കർത്താവ് ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വന്നും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും ദാഹിക്കുകയുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത അതേ അധ്യായത്തിൻ്റെ 46 വാക്യങ്ങൾ വായിക്കും. പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നല്ല, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ആമേൻ ആമേൻ, ഞാനോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. നമ്മൾ നേരത്തെ വായിച്ച മന്ന കൊടുത്തെന്ന ആ മന്ന തിന്നവർ മരിച്ചുപോയി. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. മനസ്സിലായോ? സകല മനുഷ്യരിലും മരണം പരന്നിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ആദാം മുതൽ മോശ വരെ മരണം വാണിരുന്നു എന്ന് പൗലോസ് പറയുന്നു. യേശുക്രിസ്തു വന്നപ്പോൾ എന്ത് പറ്റി? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ മന്ന തിന്നു, അവർ മരിച്ചുപോയി. ഇതാ മരിക്കാതിരിക്കേണ്ടതിന് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഞാനാകുന്നു. വാത്സല്യ ദൈവജനമേ,
ഈ ജീവൻ്റെ അപ്പമാകുന്ന ദൈവവചനം ഭക്ഷിക്കുകയും പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുകയും ചെയ്യുന്നവന് മരണമില്ല. മരണമെന്ന പ്രതിഭാസം അവിടെ കൊണ്ടങ്ങ് തീരുകയാണ്. അപ്പോൾ ചോദിക്കും, ജഡത്തിൽ മരിക്കും. അതൊരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നുണ്ട്. ഈ ശരീരത്തിൽ നിന്ന് മരണം മാറ്റപ്പെട്ടേ പറ്റൂ. പക്ഷേ നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ ജീവിക്കും കോടാനുകോടി വർഷം. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശയുടെ നട്ടെല്ല്. നമുക്കൊരു നിത്യജീവൻ സ്വർഗത്തിലുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഹല്ലേലൂയ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ആ നിത്യജീവൻ പ്രാപിക്കാനാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ്തുകാരെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ സ്നാനപ്പെട്ടു, നിങ്ങൾ പരിശുദ്ധാംശം പ്രാപിച്ചു, നിങ്ങൾ വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് മുമ്പോട്ട് പോകുന്നെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം സ്വർഗരാജ്യമാണ്, ഇവിടമല്ല. പല പ്രിയപ്പെട്ടവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ പപ്പ ദൈവത്തെ സേവിച്ചുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് ധനം നൽകി, സ്വത്ത് നൽകി, വീട് നൽകി, ഏക്കർ കണക്കിന് തോട്ടം നൽകി, BMW നൽകി, പിന്നെ ലിങ്കൻ്റെ കാറ് നൽകി, ബിയൂക്ക് നൽകി, കാറ്റ്ലക്ക് നൽകി. ഒരു ഭക്തൻ പറയുക 11 കോടിയുടെ വീട് നൽകി. സ്വർഗത്തിലാണെൻ്റെ മന്ദിരം അഴിയാത്ത മാർഗത്തിലാണതിൻ വേലകൾ. ചെറ്റ വീട് മാറി ഞങ്ങൾക്ക് വലിയ വീട് തന്നു. സഹോദര, 70 80 സംവത്സരം അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ചത്ത് നരകത്തിലോ സ്വർഗത്തിലോ നീ പോകണം. നിന്നെക്കുറിച്ചുള്ള ദൈവഗീതം അതാ. എൻ്റെ ഈ കാറിയുള്ള പ്രസംഗം മുഴുവൻ 70 80 സംവത്സരം മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗീയ സന്തോഷത്തിൻ്റെ ഉടമകളായി തീരണമെന്നാണ് ഞാൻ ഈ പ്രസംഗിച്ചു വരുന്നതിൻ്റെയൊക്കെ മുഴുവൻ ആകത്തുക. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്ക്. എനിക്കിവിടെ ആരെയും കരിവാരി തേക്കണ്ട, എനിക്കൊരു സംഘടനയും താഴ്ത്തിക്കെട്ടണ്ട, എനിക്കൊരു ഭക്തനെയും വിമർശിച്ചൊന്നും നേടാനില്ല. ഈ കാണിക്കുന്ന കുരുത്തക്കേട് മുഴുവൻ നിത്യജീവൻ നഷ്ടമാകുന്ന പരിപാടികളാണ്. അതുകൊണ്ടാണ് ഞാൻ രൂക്ഷമായ വിമർശനം അഴിച്ചുവിടുന്നത്. ബഹുമാനപ്പെട്ട അൻവർ MLA മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടിരിക്കുക. എന്താ കാര്യം? കാണിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തുക. അദ്ദേഹം പറഞ്ഞൊരു പദം എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ദൈവത്തെയും, ഇപ്പോഴും പെന്തക്കോസ്തുകാരനൊന്നുമല്ല, ഒരു മുസ്ലിമാണ്, ദൈവത്തെയും സാധാരണ ജനങ്ങളെയും ഞാൻ ഭയപ്പെടും, വേറെ ആരെയും ഭയപ്പെടുന്നില്ല. ഈ അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ കുങ്ക് കാണിച്ച് നടക്കുന്ന ഒരുത്തനെയും എനിക്ക് ഭയമില്ലെന്ന്. അത് ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. ആത്മീയരുടെ ഇടയിലുള്ള ചിന്തയല്ലല്ലോ അത്. സ്വത്രം. എന്നാൽ ആത്മീയരുടെ ഇടയിൽ പോലും അങ്ങനെയുള്ള ചിന്തകളില്ലല്ലോ. ദൈവത്തെ ഭയമില്ലാത്തവരല്ലേ. അനധികൃതമായി സമ്പാദിച്ചു കൂട്ടുന്ന MLA-മാരും മന്ത്രിമാരെക്കാളും കഷ്ടമല്ലേ നമ്മുടെ പാസ്റ്റർമാർ? ഹേമ കമ്മീഷനെ നിയമിച്ചാൽ എത്ര പാസ്റ്റർമാർ വേദോസ്തം കൈ പിടിച്ചുകൊണ്ട് നടക്കും? ആത്മീയ ഗോളത്തിൽ ഒരു ഹേമ കമ്മീഷനെ നിയമിച്ച് അന്വേഷണം നടത്തിയാൽ എത്ര ഭക്തന്മാരുടെ കയ്യിൽ വേദോസ്തം ഇരിക്കും? താഴെ പോവും, എല്ലാം താഴെ പോവും. അനധികൃത സ്വത്ത് സമ്പാദിച്ച വിഷയത്തെക്കുറിച്ച് ഗഹനമായ വിശദമായ ഒരു അന്വേഷണം നടത്തി അതിൻ്റെ റിസൾട്ട് വന്നാൽ എത്ര പേരുടെ നിത്യജീവൻ നഷ്ടമാകും? ഇതൊക്കെ പറയാൻ എന്നെ പോലുള്ളവർ പറ്റത്തുള്ളൂ, എല്ലാവർക്കും പറ്റത്തില്ല. ഒരു സംഘടനയിൽ കിടന്നുകൊണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ 6 അടിക്കും. അവർ അടിച്ചു കഴിഞ്ഞാൽ അവൻ പോയി വീഴുന്നത് അട്ടപ്പാടിയിലൊക്കെ ആയിരിക്കും. അതതിൻ്റെ കാര്യം. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും നോക്കാം. നമുക്ക് മുകളിൽ ഒരൊറ്റ ആളേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു മാത്രം. തലതെറിച്ച ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരെ, ദൈവവചന അവസ്ഥയിൽ നിലനിൽക്കുന്ന സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെയും ചെയ്യുന്നു. അതിനൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് സംഘടനാ സ്പിരിറ്റ് ഇല്ല. സംഘടനാ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അത് സാത്താൻ്റെതാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു കൊള്ളുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ വിഷയം നിത്യജീവൻ, മരണമില്ലാത്ത അവസ്ഥ. സത്യവേദ പുസ്തകം പറയുന്നത് കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറകളില്ലാത്ത, മരണമില്ലാത്ത ഒരവസ്ഥ. അതാണ് നമ്മുടെ വിഷയം. വെളിപ്പാട് പുസ്തകം 21-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം വായിച്ച് പഠിച്ചോണം. 5 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ 5 കൂട്ടം കാര്യങ്ങളും പുതിയ ആകാശം പുതിയ ഭൂമിയിൽ അതില്ല. അതാണ് നമ്മുടെ പ്രധാന ചിന്ത. കഷ്ടതയില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, മരണമില്ല. ഇന്ന് അത് 5 കൊടികുത്ത് വാഴുക ഈ ഭൂമിയിലെ.
സഹോദര, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് നിനക്കും ക്രിസ്തുവിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നാൽ ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ഇത് മൂന്നും പ്രാപിച്ചെടുത്താൽ ഈ 5 കൂട്ടം കാര്യങ്ങളിൽ നിനക്ക് റിലീസുണ്ട്. ഇല്ലെങ്കിൽ നിനക്ക് റിലീസില്ല. ധനവാന്റെ സ്ഥാനത്ത് നിനക്കും ഉണ്ടൊരു സീറ്റ്. ഹല്ലേലൂയ. ഇതൊക്കെ പറയുന്നതിൽ ഒരു കുഴപ്പമില്ല, യാഥാർത്ഥ്യമല്ലേ ഞാൻ ഈ പറഞ്ഞു വരുന്നേ. പ്രൈസ്